അമ്മ ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പനിയൊക്കെ പൂർണ്ണമായിട്ട് മാറിയമ്മ? പനിയല്ല, തൊണ്ടവേദനയില്ല. എന്നാലും വയ്യായ്മ ഉണ്ടായിരുന്നല്ലോ. പനിയൊന്നും കാര്യമായിട്ടില്ല. അതുണ്ട്, മരുന്ന് കഴിക്കണ്ടല്ലോ, മാറിക്കോളും. അതൊക്കെ വരും പോവും. വല്ലഭന് അതൊന്നും സാരമില്ല. അതന്നെ പുല്ലാണെന്നല്ലേ. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്കയും കൂർക്കയും കൂടി ഒരു മെഴുക്കുവരട്ടി കേട്ടോ. കൂർക്കി അതെന്താ കൂർക്ക ഉരുളക്കിഴങ്ങ് പോലെയുള്ളത്? കൂർക്ക വലിയ കൂർക്കയായിരുന്നു. വലിയ കൂർക്കയാണ്. അപ്പൊ അതിനെ മുറിച്ചു ഇത്രശം വലുതുണ്ടാവും ഉരുളക്കിഴങ്ങിന്റെ അത്രശം. പിന്നെ ഇടിച്ചക്കയുണ്ട്. അപ്പൊ ഇടിച്ചക്ക സാമ്പാർ വെക്കാണെങ്കിൽ അത് എന്നും കാണിച്ചല്ലേ. അപ്പൊ പിന്നെ ഇത്തിരി എത്ര ഉണ്ടായിരുന്നു? ഇത്രശം ഉണ്ടായിരുന്നു. ആണോ? എന്നാ ഉരുളക്കിഴങ്ങ് കരിയിട്ടതായിരിക്കോ? നീ കളിയാക്കിയതല്ലേ? അല്ല അത്ര ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ചതച്ചമുളക്, കറിവേപ്പില, കടുക്, മഞ്ഞൾ, ഉപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചു. കുറച്ചുകൂടി ഒഴിക്കാം. എണ്ണ ഒഴിച്ചാ പിന്നെ എന്താ ഇടുക? കടുക്. പഠിച്ചോ? ഇത്ര കാലം നിന്നിട്ട് അവൻ ആകെ പഠിച്ചിട്ടുള്ള കാര്യം എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇടണമെന്ന്. എന്ത് ബുദ്ധിശാലിയായൊരു മകനാണ് എനിക്ക് ജനിച്ചത്. അത് ഇതല്ലേ ഉപ്പേരിയല്ലേ? അപ്പൊ അതിന് കടുകായിരിക്കും ഇടുക. കുറേശ്ശെ ഓരോ വണ്ടിക്ക് അതിനനുസരിച്ച് മൈലേജ് അല്ലേ ഉണ്ടാവുള്ളൂ. അമ്പൂൻ്റെ ഉള്ളിൽ നിന്ന് വന്നാലേ ഒരുപാട് ബുദ്ധിശാലിയാവാൻ സാധ്യത കുറവാണ്. കാരണം നമ്മൾ ഏത് ഇതിലാണ് ഏത് മോട്ടറാണ് ഫിറ്റ് ചെയ്തിരുന്നത് അതിനനുസരിച്ചാണ് വണ്ടി ഓടുള്ളൂ. നമ്മുടെ ഉള്ളിൽ അമ്പൂൻ്റെ ഉള്ളിൽ നിന്നല്ലേ നമ്മൾ വന്നത്. ആ ഒരു കമ്പനിയല്ലേ നമ്മൾ സൃഷ്ടിച്ചത്. അപ്പോൾ അതിന് എത്രത്തോളം ഉണ്ടാവും മൈലേജ് നമ്മൾ ആലോചിച്ചാൽ പോലെ. അതാണ്, മനസ്സിലായില്ലേ? എന്നെ കുറ്റം പറയേണ്ട മുഴുവൻ ജനങ്ങളും കേൾക്കണം. എന്നെ എന്ത് കുറ്റം പറഞ്ഞാലും അത് പകുതിയിലേറെ ചെന്നെത്തരുത് എൻ്റെ അമ്മയ്ക്കായിരിക്കും. അപ്പൊ നല്ലത് പറഞ്ഞാലോ? ചോദിക്കേ, നല്ലത് പറഞ്ഞാലോ അത് അമ്മ എന്നെ എടുത്തോ. കാരണം നല്ലത് അല്ല, അത് കുറെ കാലം നിൽക്കില്ല. മനസ്സിലായില്ലേ? ഈ കുറ്റം പറയണ മാത്രമാണ് കാലാകാലത്തിൽ നിൽക്കുള്ളൂ. ഇന്നൊരാൾ കുറ്റം പറഞ്ഞു, കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഒരാൾ കുറ്റം പറയും. എന്നും ഒരാൾ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുകയില്ല. അത് കാരണം കൊണ്ട് ഈ ഒരുപാട് നന്മ പറയണതുണ്ടല്ലോ, അതിങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ചിറക് വെച്ച് നമ്മൾ പറക്കരുത്. ചിലപ്പോൾ പറഞ്ഞ് ചിറക് ഇങ്ങനെ വലിക്കാൻ തുടങ്ങും. അപ്പോൾ ഇരിക്കാൻ കൊമ്പയില്ലാണ്ടാവുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവും. എന്ന് വെച്ചാൽ കടുകിട്ടു, വെളുത്തുള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, കറിവേപ്പില. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു വണ്ടിയുടെ ടയറിന് നമ്മൾ കാറ്റടിക്കണം. കാറ്റ് കറക്റ്റ് എത്ര അടിക്കണം എന്നുണ്ടാവും. അതിൻ്റെ മുകളിൽ അടിച്ചു കഴിഞ്ഞാൽ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവുമോ? അത് ചാടി പോകില്ലേ, തവള ചാടും പോലെ. അപ്പോൾ വണ്ടീൻ്റെ അലൈൻമെൻ്റ് ഒന്നും തെറ്റില്ലേ? അതേപോലെയാണ് മനുഷ്യനെങ്ങനെ കയറ്റി മുകളിലേക്ക് വിടുമ്പോൾ അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ട് അവൻ അങ്ങനെ ചാടിയിട്ട് അങ്ങോട്ടാണോ പോകേണ്ടതെന്ന് അറിയാണ്ട് എങ്ങോട്ടെങ്ങനെയൊക്കെ പോയിക്കൊണ്ടുണ്ടാവും. മനസ്സിലായില്ലേ? അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കണോ? ഞാൻ ഈ കാറ്റെന്ന് ഉദ്ദേശിച്ചത് അഹങ്കാരമാണ്. ഈ അഹങ്കാരം കാറ്റ് പോലെ നിറയുമ്പോൾ കൂർക്കയും ചക്കയും കൂടി ഉള്ളത് അതിലേക്ക് ഇട്ട്, ഇത് ചക്ക ഏതാ കൂർക്ക ഏതാന്ന് കണ്ടുപിടിക്കണം. കഴിക്കുമ്പോൾ മാത്രമേ പറ്റുള്ളൂ, അല്ലാണ്ട് കണ്ടുപിടിക്കാൻ നടക്കത്തില്ല, സാധിക്കില്ല. ഇപ്പോൾ ആവശ്യത്തിനുള്ള എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിന് മാത്രമാണ് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അഹങ്കാരം. പാരാട്ടുകളൊക്കെ ഇഷ്ടംപോലെ വരും. പക്ഷെ അഹങ്കാരം അതിൻ്റെ ഒപ്പം തന്നെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർ ഫില്ലായ ഒരു ടയർ പോലെ നിയന്ത്രണം തെറ്റി ഓടി കൊണ്ടുണ്ടാവും. അത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം. ഈ വണ്ടി ഓടിക്കാനാണ് ഈ ടയറുള്ളത്. ഇത് ലെവലിലെ കാറ്റ് നിറയ്ക്കാൻ പാടുള്ളൂ നമ്മൾ മനസ്സിലാക്കണം. ബാക്കി കാറ്റ് വേണ്ടാന്ന് വെക്കണം. മനസ്സിലായില്ലേ? എത്ര തന്നെ കാറ്റ് നിറച്ചാലും കൊള്ളേണ്ടതേ കൊള്ളത്തുള്ളൂ എന്ന് മനസ്സിലാവണം. അത് മനുഷ്യന്മാർ ഓരോരുത്തരും ഓരോ പ്രതിസന്ധികളിലും പ്രതിസന്ധിയല്ല. ഈ ചക്ക പെട്ടെന്ന് വേവുന്നതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ വെള്ളമൊന്നും കഴിക്കില്ല. ഇത് അങ്ങനെ പറഞ്ഞു, ചക്ക പെട്ടെന്ന് വേവുണ്ട്.
അപ്പോൾ വെള്ളം ഇല്ലാണ്ടത് വേവാണെങ്കിൽ ഇങ്ങനെ തന്നെ വെള്ളമൊക്കെ ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്കത് പിടിച്ചു നോക്കുമ്പോൾ വെന്തിട്ടില്ലാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. ഇപ്പോൾ വേണ്ട. മനുഷ്യൻ ഓരോ പ്രശസ്തികൾ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, എന്നെപ്പോലുള്ള ആളല്ല വിചാരിക്കണം. പ്രശസ്തി കിട്ടുന്ന വ്യക്തികൾ എന്താ വിചാരിക്കേണ്ട അറിയോ, എനിക്കിപ്പോൾ കിട്ടുന്ന പ്രശസ്തിക്കാട് മുമ്പ് ഞാൻ ഓടി വന്നൊരു വഴിയുണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കേണ്ടത് മനുഷ്യൻ എന്നൊരു അധ്വാനി ഒരു ടയറാക്കിയിട്ട് ഞാൻ ആ അധ്വാനി അല്ല നമ്മ കേക്ക് മനുഷ്യൻ അധ്വാനിച്ച് ആ മനുഷ്യൻ ഒരു കറക്റ്റായിട്ടുള്ള ഒരു സമനിലയോടുകൂടി മനുഷ്യനൊരു ടയറായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ അതിന് കറക്റ്റായിട്ട് കാറ്റും കാര്യങ്ങളും എല്ലാം ഉള്ളപ്പോൾ അത് ഒരു ലെവലിൽ ഇങ്ങനെ ഓടിയിട്ട് അത് ഒരു കരക്കെത്തണ പോലെ അതേപോലെയാണ് ഞാൻ ഈ കുന്ന് കയറി വന്നതെന്ന ഓർമ്മ എവിടെ ഈ കുന്നത്തെത്തി നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടാവണം. മനസ്സിലായില്ലേ? അതില്ലാണ്ടായി കഴിഞ്ഞാൽ കാറ്റ് കൂടിയ വണ്ടി പോലെ കുന്ന് കയറിൽ പറഞ്ഞിട്ട് അപ്പുറത്തുള്ള ചാലിക്കൂടെ ഇപ്പുറത്തുള്ള അടുത്ത ചാലിക്കൂടെ ഒക്കെ അങ്ങോട്ട് പോകും, ദശ തെറ്റിപ്പോകും. മനസ്സിലായോ? ഇപ്പം ആർക്കാണ് ഇപ്പം അഹങ്കാരം വന്നിരിക്കുന്നത് ചോദിച്ചു? ആർക്കും അല്ല, മനുഷ്യൻ അല്ലല്ല, അതൊന്നുമല്ല. അമ്മയ്ക്കൊന്നും ഒരിക്കലും അഹങ്കാരം വരുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈ കാലം വരെ എന്നോട് കാണിച്ചില്ല. ഞാൻ ആരോടെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ആരും എന്നോട് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അഹങ്കാരം കാണിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ അത് നുണയായിട്ട് കണക്കൂട്ടു. ഞാൻ കാണാത്ത ഞാൻ കണ്ടു എന്ന് പറയില്ല. ഞാൻ അഹങ്കാരം കണ്ടിട്ടില്ല, ദേഷ്യം കണ്ടിട്ടുണ്ട്. ദേഷ്യം വരാറുണ്ട്, ദേഷ്യമൊക്കെ വരാറുണ്ട്. അഹങ്കാരം ഒന്നും കണ്ടിട്ടില്ല. അഹങ്കാരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ ഉപയോഗിക്കാൻ പാടാത്ത ഒരു ഓർണമെൻറ്റ്സ് ആണ്, വീട്ടിൽ വെക്കാൻ പാടാത്തൊരു വിഷമാണ്. മനസ്സിലായില്ലേ? അത് സത്യം പറഞ്ഞാൽ ചുറ്റുവട്ടത്തെയും നമ്മുടെയും മെല്ലെ മെല്ലെ മെഴുകുന്ന എന്താ പറയുക, ഒരു മരമ്പാമ്പോ തിമിങ്ങളോ അതുപോലെയാണ് നമ്മളെ തന്നെ മെഴുകണം, നമ്മൾ പോലും അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ആർക്കും വരാണ്ടിരിക്കട്ടെ. വന്നു കഴിഞ്ഞാൽ മുഖത്തിൻ്റെ ഒരു നിഷ്കളങ്കം കൂടി മാറിപ്പോവും. മനസ്സിലായില്ലേ? ആ മുഖത്ത് ഈ രണ്ട് സൈഡിൽ ഈ സിംഹത്തിനൊക്കെ വരുമ്പോൾ എന്തൊക്കെ വരും ഇത്ര. അപ്പോൾ എന്താ പറഞ്ഞാൽ എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും അതങ്ങനെ കാണില്ല, അഹങ്കാരം അതിനെ മറക്കും. മനസ്സിലായില്ലേ? അതൊരിക്കലും മുഖത്തിൻ്റെ മുകളിൽ വരരുത്, മനസ്സിൻ്റെ ഉള്ളിൽ വരരുത്. എന്നാലും മുഖത്തിൻ്റെ മുകളിൽ അതിൻ്റെ പ്രതിബിംബം ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ കഥ പറയാൻ സമ്മതിക്കാതിരുന്നതിന് വല്ല കഥ പറയാനുള്ള ഉദ്ദേശം ഉണ്ടോ അമ്മയ്ക്ക്? അത് വയ്യാത്ത കൊണ്ട് കഥ സ്നേഹത്തെക്കുറിച്ച്? അയ്യോ, നല്ല ടോപ്പിക്. പറയേണ്ട കാര്യം, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പ്രേമം, പ്രണയം. ഇതിനൊന്നും പ്രായമില്ല. ഇതൊക്കെ കുഴിയിലേക്ക് നമ്മൾ കാലെടുത്ത് ഇനിയിപ്പോൾ എന്താ മരിക്കാറായി 2 മണിക്കൂർ കൂടി മരിക്കുന്നു പറയുമ്പോൾ ചിലപ്പോൾ ഓർമ്മയിലൂടെ ആ പഴയ പ്രേമം ഒന്ന് വന്നു പോകുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യൻ മരണപ്പെടുന്ന സമയം ഒരു മനുഷ്യൻ കേക്കമ്മ ഒരു മനുഷ്യൻ മരണപ്പെടുന്ന സമയമുണ്ടല്ലോ, അമ്മയ്ക്ക് കാതലുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ മരണപ്പെടുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ശരിക്കും ആ മനുഷ്യൻ്റെ ബ്രെയിന് 10 മിനിറ്റിനുള്ളിൽ അവരുടെ ജീവിതത്തെ മുഴുവനും ഒന്ന് റിക്കവർ ചെയ്യുന്നവരുടെ ആ മെമ്മറീസിനെ ഫുള്ള് എന്താ പറഞ്ഞാൽ ഇത് അവർ പറഞ്ഞ പോലെ അങ്ങ് പെട്ടെന്ന് വീണില്ല. അപ്പോൾ ഈ നിന്റെ ആയുസ് കഴിയുന്നേക്കാളും മുമ്പ് നീ എന്തൊക്കെ ചെയ്തു മാനവാന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് അവൻ്റെ മൈൻഡിൻ്റെ ഉള്ളിൽ കൂടെ ഓടും. അത്ര സ്പീഡിൽ മനുഷ്യൻ്റെ മെമ്മറി ഇങ്ങനെ ഓടിക്കൊണ്ടുണ്ടാവുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പ്രേമം മുഖ്യമായിട്ട് വരും. കാരണം എന്താ, പ്രേമമില്ലാതെ മനുഷ്യനില്ല, ആ ചിന്തയില്ലാതെ മുന്നോട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കില്ല കേട്ടോ. അത് മാത്രം ചിന്തിക്കരുത്. ഞാൻ പറയുന്നത് ഈ സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കുള്ള പ്രണയം, സ്നേഹം, ഇതൊക്കെ എന്താ? ആർക്കറിയാം? പ്രണയിച്ചവർക്കല്ലേ അറിയുള്ളൂ. ഒരു പെൺകുട്ടിയെ കണ്ടു, നിനക്ക് ഇഷ്ടം തോന്നി. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. മിണ്ടാണ്ടിരിക്കും. ഞാൻ പറയട്ടെ, ഒരു ഉദാഹരണത്തിന് ഇപ്പൊ നീ അല്ലേ എന്റെ മുമ്പിലുള്ളത്. വേണ്ട, പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. പ്ലീസ് ഒന്നാക്കണ്ട, കുറച്ചായിക്കോളൂ, കൂടുതലായിക്കോളൂ. കൂടുതൽ അങ്ങനെ വരില്ല. ശരിക്കുള്ള സത്യസന്ധമായ പ്രണയത്തിൽ അങ്ങനെ കൂടുതൽ വരില്ല. മനസ്സിലായോ? അപ്പൊ പ്രണയം ഒരു വട്ടം വരില്ലോ, അത് മനസ്സിൽ അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ജീവിതത്തിൽ അത് കിട്ടിയാലും കിട്ടാതിരുന്നാലും അത് ഇനിയിപ്പോ ജീവിതത്തിൽ കിട്ടിയാലും കിട്ടാണ്ടിരുന്നാലും ആരെന്നെ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിലും ഒപ്പം ജീവിക്കുന്നുണ്ടെങ്കിലും ആ പഴയ പ്രണയം എവിടെയോ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒരു ജനാലോകത്ത് നമ്മൾ എത്തി നോക്കിക്കൊണ്ടുണ്ടാവുന്നല്ലേ അമ്മ പറയണത്? കറക്റ്റ് പോയിന്റ് ടു ബി നോട്ട്. സ്വാഭാവികം. വിചാരിച്ചു, എപ്പോഴോ വിചാരിച്ചു. പ്രണയം നീ അവരോട് തുറന്നു പറഞ്ഞിട്ടില്ല, പക്ഷെ നിന്റെ മനസ്സിൽ പ്രണയമുണ്ട്. പക്ഷെ ആ പ്രണയം പരിഭാവനമായ ഒരു സത്യസന്ധമായ എന്താ പറയാ ദിവ്യത്വം അങ്ങനെയൊക്കെ പറയില്ലേ, ദൈവീകം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ആത്മാർത്ഥമായ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു പ്രണയമാണെങ്കിൽ നീ ആ വ്യക്തി നിനക്ക് കിട്ടിയില്ല എന്ന് വെക്കേ,
നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ജീവിത പങ്കാളിയായി നിനക്ക് കിട്ടിയില്ല. കിട്ടിയില്ല വിചാരിക്കണ്ട കിട്ടിയില്ല. വിചാരിച്ചിട്ടിരിക്കുമ്പോ ആ കുട്ടിയോട് നമുക്ക് ഒരിക്കലും ഒരു വെറുപ്പോ ഒന്നും തോന്നരുത്. കാരണം എന്താന്ന് പറഞ്ഞാൽ എന്താ സത്യസന്ധമായ സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊരു ത്യാഗം കൂടിയാണ്, സമർപ്പണമാണ്. അപ്പോ ആ വ്യക്തിയെ കണ്ട്, ആ സ്നേഹിച്ച പെൺകുട്ടിയെ കണ്ട് നീ വിചാരിക്കണം ആ പെൺകുട്ടി നല്ലൊരു ജീവിതം നയിക്കട്ടെ, അവളുടെ ജീവിതം എപ്പോഴും സുന്ദരമായി സ്വസ്ഥമായി സമാധാനത്തോടെ അവൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് നിന്റെ മനസ്സിൽ എപ്പോ തോന്നണോ, എനിക്ക് അവളെ ലഭിച്ചില്ലെങ്കിലും മറ്റൊരു ജീവിതം കിട്ടി അവൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് വിചാരിക്കുന്നതാണ് സത്യസന്ധമായ പ്രണയം. അല്ലാതെ അവളെ എനിക്ക് കിട്ടിയില്ല, അവള് മറ്റൊരുത്തന്റെ കൂടെ അവള് സുഖമായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അവള് നശിച്ചു പോട്ടെ, അവള് എന്റെ സ്നേഹം നിരാകരിച്ചവളാണ്, എന്റെ സ്നേഹം മനസ്സിലാക്കാതെ പോയവളാണ്, അവളുടെ ജീവിതം ഒരിക്കലും ഒരു നല്ല നിലയിൽ എത്തരുത് എന്ന് വിചാരിക്കുന്നത് ഒരിക്കലും സത്യസന്ധമായ പ്രണയം അല്ലേ അല്ല. ആണോ? അതിപ്പോ പെണ്ണിന് മാത്രമല്ല, ആണിന് മാത്രമല്ല പെണ്ണിനും അതേപോലെ പരസ്പരം, ഒരു പെണ്ണിനാണെങ്കിലും ഒരു പുരുഷനാണെങ്കിലും അങ്ങനെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അതെന്നും മനസ്സിന്റെ അവരുടെ നന്മകൾ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മനസ്സുണ്ടാവും അവർക്ക്. ഏത് പ്രതിസന്ധിയിലും അവരെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് അവർക്ക് ഉണ്ടാവും. മനസ്സിലായി? അറിയേണ്ട എന്താ പ്രണയത്തെ കുറിച്ച് എന്താ അറിയാതെ അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. അല്ലാണ്ട് ഒരാളെ കൂടെ കണ്ടു എനിക്ക് നിന്നെ സ്നേഹമാണ്, നിന്നെ ഒരുപാട് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊക്കെ പറയും. ചെറിയൊരു കാര്യം കണ്ടാൽ മനുഷ്യൻ അവിടെ എന്നെ എങ്ങനെ ചെയ്തു, അവള് പോയി പണി തന്നിട്ട് അവളുടെ ജീവിതം അങ്ങനെ ആവട്ടെ ഇങ്ങനെ ആവട്ടെ. അല്ലെങ്കിൽ ചിലരൊക്കെ കാണില്ലേ കത്തി കൊണ്ട് വെട്ടലും കുത്തലും ആസിഡ് ഒഴിക്കലും, അതൊന്നും പ്രണയമല്ല. അങ്ങനെ ഒരു കഥയാണ് ഞാൻ പറയുന്നത്. ഒരു നാട്ടില് ആനന്ദ് എന്ന് പറഞ്ഞൊരു യുവാവ്. ആനന്ദ് എന്ന് പറഞ്ഞ യുവാവ്, യുവാവിന് ഏത് നേരം ആനന്ദമായിരിക്കും, അതായിരിക്കും തുടക്കത്തിൽ തന്നെ ആനന്ദ് എന്നുള്ള പേര്. സുമതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ സുമതി എന്നുള്ള പെൺകുട്ടി എങ്ങനെയെന്ന് പറഞ്ഞാൽ അത് വീട്ടിലെ കാര്യങ്ങളൊക്കെ അവളാണ് ഒത്തിരി വലുത് ആ വീട്ടില്. അപ്പൊ അച്ഛന്റെ വീട്ടിലെ മൂത്ത കുട്ടി. അപ്പൊ ആ കുട്ടിയുടെ അച്ഛന് അനാരോഗ്യാണ്. അപ്പൊ എന്ത് ചെയ്യും? അനാരോഗ്യം എന്തൊക്കെ രോഗങ്ങൾ ചില രോഗങ്ങളാണ്, അറിയാത്ത എന്താ രോഗം, അനാരോഗ്യം, ജോലി എടുത്ത് ജീവിക്കാൻ വയ്യ, അതായത് ഹെൽത്ത് കണ്ടീഷൻ ശരിയല്ല. അതാണല്ലേ അനാരോഗ്യം. ഞാൻ പലരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല. പല രോഗങ്ങളും പല രോഗം എന്ന് പറയുന്നത്, അനാരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്കൊരു പിടി കിട്ടിയിട്ടില്ല. ഈ കുട്ടിയാണ് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെറിയ വല്ല കൂലി പണിക്കൊക്കെ പോകും, പല കാര്യങ്ങളും ചെയ്തിരുന്നത്. അപ്പൊ ആ നാട്ടുകാർക്ക് എല്ലാവർക്കും ഈ കുട്ടിയെ ഇഷ്ടമാണ്. ഇവിടെ കാണാനും നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയാണ്. ഭംഗിയുള്ള കുട്ടികളെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവും. അല്ല, സ്വഭാവം കൂടി ഉണ്ടാവണം. കാരണം ഭംഗി നോക്കിയിട്ടൊന്നും ആരും ഇഷ്ടം. ഭംഗിയുള്ളവർക്ക് സ്വഭാവത്തിന് മോശമാണെങ്കിൽ ആൾക്കാരെ നല്ലതാണെന്ന് പറയും. നല്ല കുട്ടിയാണ് വെറുതെ പറയും, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അപ്പൊ ഈ കുട്ടി അങ്ങനെയാണ്. നമ്മുടെ സ്വഭാവത്തിൽ നമ്മളിങ്ങനെ കുറെ ആൾക്കാരെ പറയണ്ടല്ലോ, അമ്മ നല്ല സ്വഭാവം, നല്ലതാണെന്ന് പറയുമല്ലോ. അങ്ങനെയല്ല, ചിലരങ്ങനെ പറയല്ലോ എന്ന് ഉപമ. അപ്പൊ ഈ കുട്ടി എല്ലാവരും പല വിധത്തിൽ എല്ലാവരും ചെറിയ സഹായങ്ങളൊക്കെ ഈ കുട്ടിക്ക് ചെയ്യും. അപ്പൊ അതേപോലെ ഈ യുവാവ് അതേപോലെ ആ കുട്ടിക്ക് ചെറിയ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യും. സ്വാഭാവികമായിട്ട് പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ്, പ്രണയാണ്. അതല്ലേ ഇതൊക്കെ ചെയ്യണത്, മനസ്സിലായി? ഈ പെൺകുട്ടിയെ അവളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ യുവാവ് അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ ചിലത് ചെയ്യാം. പക്ഷെ ആ പെൺകുട്ടി എന്താ അറിയോ, അതിന്റെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല, ഇങ്ങോട്ടും എനിക്ക് എന്തോ ഒരു സഹായം ചെയ്യാൻ കരുണ കൊണ്ടായിരിക്കാം, നമ്മളോടുള്ള ഒരു അലിവ് തോന്നിയിട്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ആ സഹായം സ്വീകരിക്കും, ചിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ അതിന്റെ മനസ്സിൽ വേണ്ടാത്ത വേറൊരു വിചാരം ഒന്നും ഇല്ല. നല്ല പെൺകുട്ടി. എന്താ പേരെന്താ പറഞ്ഞു? സുമതി. അതുകൊണ്ടായിരിക്കും. അപ്പൊ കുറെ കഴിഞ്ഞപ്പോ ചെക്കന്റെ പേരെന്താ പറഞ്ഞു? ആനന്ദ്. വെറുതെ അല്ല. അപ്പൊ എന്താ അറിയോ, ഈ കുട്ടി ഇവരിതൊന്നും അറിയോ, ഇത്ര കാലം ഞാൻ ഇവൾക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് നോക്ക്, അവളുടെ സ്വാർത്ഥതയല്ലേ, ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഇവൾക്ക് എന്നോട് എന്റെ പ്രണയം ഇവൾക്ക് മനസ്സിലായില്ല, ഇവൾക്ക് എന്നോട് അങ്ങനെ ഒരു ഇതേ ഇല്ലാന്നും പറഞ്ഞു വിഷമായി. എന്തൊരു കഷ്ടം. അപ്പൊ സ്വാർത്ഥതയല്ലേ. എപ്പോഴും മനുഷ്യൻ ഒരാളെ സത്യസന്ധമായി സ്നേഹിക്കുന്നെങ്കിൽ അവിടെ സ്വാർത്ഥത പാടില്ല, നിസ്വാർത്ഥമായിരിക്കണം. അപ്പോഴേ അത് അതിനുള്ള പ്രതിഫലം കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഒരാൾക്ക് ഒരു പ്രസന്റേഷൻ കൊടുക്കണ്ടെങ്കിൽ, സ്നേഹപൂർവ്വം കൊടുക്കണ്ടെങ്കിൽ തിരിച്ച് നീ എനിക്ക് നൽകണമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രസന്റേഷൻ ഒരാൾക്ക് നൽകരുത്. അപ്പോഴാ ഈ ചർച്ചമുള്ളത് കിട്ടുള്ളൂ. ശരിയല്ലേ? നമ്മളൊരാൾക്ക് സ്നേഹപൂർവ്വം കൊടുക്കുന്ന സമ്മാനം നാളെ നമുക്കൊരു പ്രത്യേകത വരുമ്പോൾ അതിനെക്കാളിലും വലിയൊരു സ്നേഹപൂർവ്വം സമ്മാനം ഇങ്ങോട്ട് തരുമ്പോൾ
എൻ്റെ അഭിപ്രായത്തിൽ അതൊരു ഗിവ് ആൻഡ് ടേക്ക് അല്ലേ? ഒരിക്കലും സമ്മാനത്തിന് വില മതിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല, പ്രൈസ്ലെസ് ആണ്. അപ്പോൾ ഒരാൾ തന്നെ സൂക്ഷിച്ചു വെക്കണം. അതുപോലെ അതേപോലത്തെ ഒരു സന്ദർഭത്തിൽ നമ്മൾ വീണ്ടും കൊണ്ടുപോയി കൊടുക്കുന്നത് ശരിയല്ല. അതല്ലാത്തൊരു സന്ദർഭം നമ്മൾ നോക്കി അവരുടെ സമയം നോക്കി നമ്മൾ കൊണ്ടുപോയിട്ട് അതിനെക്കാട്ടും നല്ലത് കൊടുക്കുമ്പോൾ അതിന് എന്ത് മനസ്സിലായി നമുക്ക്? ഇപ്പം അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി, അമ്മയ്ക്കൊരു സമ്മാനം ഒരാൾ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ അവൻ്റെ വെഡിങ് ആനിവേഴ്സറിനെ കാത്തിരുന്നിട്ട് അതിനെക്കാട്ടിലും 1000 രൂപ കൂടുതൽ സമ്മാനം കൊണ്ടുപോയി കൊടുക്കുന്നത് ഞാൻ വലുതാണെന്ന് കാണിക്കുമ്പോൾ അതിൻ്റെ പകരം വേറൊരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ ചെറുതാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളൊരു സമ്മാനം കൊണ്ടുപോയി കൊടുക്കുമ്പോഴാണ് എൻ്റെ അഭിപ്രായത്തിൽ ഹൃദയസ്പർശമായൊരു സമ്മാനമാകും അല്ലേ? അല്ലെങ്കിൽ നീ തന്നതിനെക്കാളും കരുത് ഞാൻ തരുന്നു പറയുമ്പോൾ അവിടെ ഉള്ളത് എന്താണ്? ഒരു കോമ്പറ്റീഷനാണ് അല്ലേ? ആണോ അല്ലേ? അതിന് സ്നേഹക്കൂടുതലെന്നൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മുടെ വീട്ടിനുള്ളിൽ നമ്മൾ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുകയാണെങ്കിൽ അതിന് സ്നേഹക്കൂടുതൽ വരാം. പുറമെ ഒരാൾ ഒരുപാട് ഇഷ്ടം കൊണ്ട് ഒരാൾക്ക് ഒരു സാധനം കൊണ്ട് കൊടുക്കും, അതിനേക്കാളും വില പിടിച്ച സാധനം അതേ സന്ദർഭത്തിൽ കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതിലെന്തോ ഞാൻ എന്നൊരു സംഭവം അവിടെ വിളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ യുവാവ് ഇങ്ങനെ വിടുക. അപ്പോൾ അവരുടെ നാട്ടിൽ ഒരു നമുക്കിപ്പോൾ ഉണ്ടാവില്ലേ ചില എന്താ പറയുക, ചില ആൾക്കാർ നമുക്ക് ചില മോട്ടിവേഷൻ ഓ ശരി ശരി. ഓരോ ഗ്രാമങ്ങളിൽ വെറുതെ മോട്ടിവേഷൻ പറയാൻ വേണ്ടി കൗൺസിലിംഗ് നടത്തുന്ന കുറച്ച് ആൾക്കാർ ആളിഞ്ചോറിൽ ഇരിക്കുന്നുണ്ടാവും. കുറെ പ്രായമായിട്ട് നരച്ചിട്ട് 5-6 പേര്. ആള് ചില പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ചിലർക്ക് ഇങ്ങനെ മോട്ടിവേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതുപോലെയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഏതോ ഒരു പ്രതിസന്ധി മുത്തൻ. അപ്പൊ ഇന്നവർക്ക് ഇതൊരു പ്രതിസന്ധിയാണല്ലോ. അവള് പ്രണയം തിരിച്ചറിഞ്ഞില്ല. ഇതിനെക്കാട്ടിലും വലിയ പ്രതിസന്ധി എന്താ ഉള്ളത്? അപ്പൊ എന്ത് ചെയ്യും? അമ്മ സ്നേഹിച്ചില്ല, അച്ഛൻ സ്നേഹിക്കുന്ന പറഞ്ഞാൽ നമുക്ക് പുല്ല് കണക്കൂട്ട് നാളെ വരുമല്ലോ. അവിടെ പോയിട്ട് പറയും, സ്വാമി ഞാനേ ഇങ്ങനെ ഒരു സുമതിനെ ഞാൻ സ്നേഹിച്ചു, ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ആലിച്ചോട്ടിലിരിക്കണ ഇയാൾക്ക് സുമതിനൊക്കെ അറിയാലേ? നാട്ടിലുള്ളതല്ലേ? വായ നോക്കി. അതന്നെയാണ് കൗൺസിലിംഗ്. അപ്പൊ പറയും സുമതിയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു, എൻ്റെ മനസ്സിലുള്ള സ്നേഹം അത്രയ്ക്കുണ്ട്, അവിടെ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവളാ എൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നില്ല. അപ്പൊ പറയാം അത് ശരി അല്ല, നീ അവളുടെ സ്നേഹം അവള് നിന്റെ സ്നേഹം മനസ്സിലാക്കുന്നില്ല അല്ലേ? അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, അത് സ്നേഹം എന്ന് പറയുന്നത് നമുക്കൊരാളോടൊരു സ്നേഹം ഉണ്ടെങ്കിൽ അത് നിസ്വാർത്ഥമായിട്ടായിരിക്കണം. കാരണം എന്താ പറഞ്ഞാൽ പ്രതിഫലം ഒന്നും ഇങ്ങോട്ട് തിരിച്ച് എന്താ പറയുന്നത്, പ്രതിഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്നത് എന്താണോ അതാണ് ശരിക്കുള്ള സ്നേഹം, പ്രേമമാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ സ്നേഹിച്ചതിന് അതിന് തുല്യമായിട്ട് അതേപോലെ ഇങ്ങോട്ട് സ്നേഹിക്കണം എന്നല്ല, അത് അവരുടെ ഇഷ്ടമാണ്. അത് കിട്ടണത് നമ്മുടെ ഭാഗ്യമാണ്. അതായത് നമ്മൾ ഒരാളെ സ്നേഹിച്ചു, അവര് നമ്മളെ അതേ രീതിയിൽ ഇല്ലെങ്കിൽ അതിലപ്പുറം സ്നേഹിക്കും, ആ സ്നേഹം നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഭാഗ്യം, അത് നമ്മുടെ സൗഭാഗ്യം എന്ന് പറയാം. അത് അങ്ങനെ അല്ല, കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിനോട് യാതൊരു വെറുപ്പും. അതിന് നിനക്കൊരു കാര്യം ഞാൻ പറയാം. ഇന്ന് നീ അപ്പോൾ ആ ആളിരിക്കുന്നതിൻ്റെ അവിടെ ഒരു നല്ല റോസാ ചെടി നിൽക്കുന്നുണ്ട്, അതിന് നിറയെ പൂക്കൾ വരുന്നുണ്ട്. അവിടെ ഈ പൂക്കളിൽ അത് നീ പറിക്കരുത്, പക്ഷെ അതിൻ്റെ മുൻപിൽ നീ ഇരുന്ന് ആ പൂക്കളെ തന്നെ നോക്കിയിരിക്കേ. ഇന്ന് രാവിലെ തൊട്ട് നീ ഒരു 2-3 മണിക്കൂർ അതിനെ തന്നെ നോക്കിയിരിക്കും, പക്ഷെ നീ അത് പൊട്ടിക്കാൻ പാടില്ല. അപ്പോൾ അതിനെ നോക്കിയിരിക്കുമ്പോൾ നിനക്ക് നിന്റെ മനസ്സിൽ എന്താ തോന്നുന്നതെന്ന് നീ അതിനുശേഷം എന്നോട് വന്ന് പറയുന്നു. എൻ്റെ ഈ ഒരു കാര്യത്തിന് എന്ത് പ്രതിവിധി അപ്പോൾ എനിക്ക് മോട്ടിവേഷൻ ചെയ്യണം? ശരി എന്ന് പറഞ്ഞ് എന്തായാലും പറഞ്ഞതല്ലേ, ഒരു 2-3 മണിക്കൂർ മെനക്കെട്ട് അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് ആ പൂക്കളുടെ അടുത്ത് പോയിരുന്നപ്പോൾ ആ പൂച്ചെടിയിൽ നിറയെ പൂക്കൾ പൂത്തുണ്ടല്ലോ, ആ പൂവിലേക്ക് തന്നെ നോക്കിയിരുന്നപ്പോൾ ആ പൂവിൻ്റെ ഭംഗി, ആ പൂവിന് ഒരു കാറ്റ് വരുമ്പോൾ അതിൻ്റെ സൗരഭ്യം, ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ ആ പൂവ് പൊട്ടിച്ചാൽ നമുക്ക് കിട്ടാത്ത രീതി കിട്ടുന്നതിനും കൂടുതൽ ആ ചെടിയിൽ നിൽക്കുന്ന പൂവ് കാണുമ്പോൾ മനസ്സിൻ്റെ ഒരു ആനന്ദം, എന്തൊരു ഭംഗിയാണല്ലേ, എന്തൊരു സൗരഭ്യമാണല്ലേ, അയ്യോ എന്താണ് അങ്ങനെ ഒരു തോന്നൽ നമുക്ക് വരില്ലേ? ഒരു പൂച്ചെടിയിൽ ഒരു പൂ നമ്മൾ പറയില്ലേ, അത് നമ്മൾ പൊട്ടിച്ചിട്ട് അവർ ആ കയ്യിൽ ഇങ്ങനെ മേടിക്കുമ്പോൾ അതിന് അത്ര വലിയൊരു ഇത് നമുക്ക് തോന്നില്ല അല്ലേ? ഒരു റോസാപ്പൂ നല്ല ഭംഗിയുണ്ടെന്നാ പറയുള്ളൂ, പക്ഷെ പൂ ചെടിയിൽ നിൽക്കുമ്പോൾ അതിനൊരു പ്രത്യേകത നമ്മൾ മനസ്സിൽ തോന്നുന്ന ഒരു വികാരമാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് അത് തോന്നി, സ്വയം മറന്ന ആ പൂവിനെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുക, അതിൻ്റെ സൗരഭ്യം ആസ്വദിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ആ മനസ്സിനൊരു പ്രത്യേക ഒരു ഉണർവ്, സന്തോഷമൊക്കെ തോന്നി. അപ്പം പിന്നെ വിളിക്കും, മതി ഇനി ഇങ്ങോട്ട് വാ
പോരെയെന്ന് പറയും. അപ്പോൾ പോയപ്പോൾ ഇപ്പം നിനക്ക് എന്താ തോന്നി പറയും. അതിന് ഞാനിങ്ങനെ ആ പൂവിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം മനസ്സിൽ തോന്നി. എനിക്ക് എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സന്തോഷം എൻ്റെ മനസ്സിൽ തോന്നിയെന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആ പൂവിനെ നിൻ്റെ കയ്യിൽ പൊട്ടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നീ കുറച്ച് നേരം നോക്കി അവിടെ വെക്കും, അത് വാടും. അങ്ങനെ അതുപോലെ നീ ഈ പൂവിൻ്റെ സൗന്ദര്യമൊക്കെ നിനക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ലേ, അതുപോലെ നീ എന്ത് ചെയ്യണോ ആ അകലെ നിന്ന് അവളെ വീക്ഷിച്ച് അവൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിനക്ക് പറ്റുന്നത് ചെയ്തു കൊടുത്ത് അവളുടെ ജീവിതം കരപിടിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെ അവൾ നന്നായിരിക്കട്ടെ, ഞാൻ സ്നേഹിച്ചതല്ലേ, അവളുടെ ജീവിതം എന്നും അങ്ങനെ നീ വിചാരിച്ചു നോക്കുക. നിന്റെ മനസ്സിന് നിനക്കറിയാത്തൊരു ആനന്ദം നിന്റെ മനസ്സിന് തോന്നും. അങ്ങനെയാണ് വേണ്ടത്. നിസ്വാർത്ഥമായിട്ടാണ് ഒരാളെ സ്നേഹിക്കേണ്ടത്. അല്ലാണ്ട് നീ അവളെ സ്നേഹിച്ചു, അവൾ അതേപോലെ വന്നിട്ട് നിങ്ങളിതൊക്കെ ചെയ്യുന്നത് എന്നെ സ്നേഹിച്ചിട്ടാണോ എന്ന് പറഞ്ഞ് അവൾ നിന്നോട് ഞാനൊന്നും നിങ്ങളെ സ്നേഹിക്കണോ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാമെന്ന് പറയുമ്പോൾ അതിന് യാതൊന്നുമില്ല. അപ്പോൾ അവസാനം നീ അവൾ ചെയ്യുന്ന പ്രവൃത്തികൾ അവൾക്ക് മനസ്സിലായിട്ട് അവളായിട്ട് വന്നിട്ട് അവളുടെ മനസ്സിൽ തോന്നണം, നിനക്ക് തോന്നിയ പോലെ ഒരു അനുരാഗം, ഒരു പ്രണയം അവളുടെ മനസ്സിലും തോന്നണം. നിന്റെ നന്മകൾ തിരിച്ചറിഞ്ഞ് ഇത് എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ പറയാതെ തന്നെ അവളുടെ മനസ്സിനുടലെടുക്കണം. ആ സമയത്ത് അവൾ വന്നിട്ട് നിന്നോട് എനിക്കും നിങ്ങളുടെ ഇഷ്ടമാണെന്ന് പറയുകയാണെങ്കിൽ ആ ഒരു പ്രണയമാണ് ദിവ്യമായ പ്രണയം. എന്താ പറഞ്ഞാൽ നീ പറയാതെ തന്നെ നിന്റെ എല്ലാം മനസ്സിലാക്കി എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളൊരു സ്നേഹം, ഒരു സ്നേഹം എന്ന് പറഞ്ഞൊരു സംഭവം ആളെ പറഞ്ഞു തന്നെ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, പറയട്ടെ. എനിക്കറിയും പോലെ ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ജനിക്കുന്നതാണ്. ഇതാരും ഉണ്ടാക്കി വെക്കണതല്ല. ഒരു മൺബൊമ്മ പോലെ അവിടെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നതല്ല. ആരെ കണ്ട് എപ്പോഴാണ് എങ്ങനെയാണ് സ്നേഹം ഉണ്ടാകുന്നത് ആരെ കൊണ്ടും കൂടിയും പറയാൻ പറ്റില്ല. കാലാവസ്ഥ പോലെ ഏത് നിമിഷം ഈ കാലാവസ്ഥ മാറുന്ന മുൻകൂട്ടി പറയാൻ പറ്റില്ല എന്ന് പറയും പോലെ നല്ല വെയിലത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാലാവസ്ഥയ്ക്കും പറയാൻ പറ്റാതെ 2 തുള്ളി മഴത്തുള്ളി വീഴും പോലെയാണ് പ്രേമം മനസ്സിൽ പൊട്ടിമുളയ്ക്കുന്നത്. ആ പ്രേമം എങ്ങനെ സംഭവിക്കും, ആരോട് സംഭവിക്കും, ഏത് സമയത്ത് സംഭവിക്കും എന്നൊന്നും ലോകത്ത് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ സ്നേഹം എന്ന് പറയാൻ നൽകുകയാണ്. അപ്പോൾ ഹൃദയം എന്നും ഒരു പൂങ്കാവനം പോലെ വെച്ച് കഴിഞ്ഞാൽ സ്നേഹിക്കുന്ന വ്യക്തി അതിനെ കുടിയിരുത്തി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ പൂങ്കാവനത്തിൻ്റെ ഉടമയായിട്ട് നമുക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മുടെ മനസ്സിലെന്നും നമ്മുടെ മനസ്സെന്ന ആലയത്തിൽ ഒരു ദേവത പോലെ എന്നും തിളങ്ങി അവിടെ നിൽക്കും. ഇതാണ് യഥാർത്ഥ സ്നേഹം. അതിൻ്റെ പകരം പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് അതങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ കട്ട മുതൽ ഹൃദയത്ത് വെക്കും പോലെയാവും. സൂര്യൻ കിരണങ്ങൾ നൽകുമ്പോൾ നിങ്ങളോട് പറയാറുണ്ടോ എനിക്കൊരു നന്ദി പറയുമെന്നു? ചന്ദ്രനും നക്ഷത്രങ്ങളും ഒരുമിച്ച് വന്ന് രാത്രികളിൽ കാഴ്ച നൽകുമ്പോൾ ആ സൗന്ദര്യം നോക്കി കവികളും നിങ്ങളൊക്കെ സന്തോഷം കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അത് പ്രതിഫലം ചോദിച്ചിട്ടുണ്ടോ? ഇളം വീശന കാറ്റ് നിങ്ങളിങ്ങനെ തലോടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഞാനിതാ വന്നു, നീ എന്നിൽ തലോടി നീ സംതൃപ്തനായി ഞാൻ അറിഞ്ഞു, എന്നോടൊരു താങ്ക്സ് പറയുന്നത് എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കടലെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം, ആ കടലിൻ്റെ സൗന്ദര്യം കണ്ടതിന് ശേഷം കടലിങ്ങനെ അടിച്ച് വന്നിട്ട് പ്ലീസ് എന്നോടൊരു താങ്ക്സ് പറഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും പറയാത്ത സ്ഥിതിക്ക് മനസ്സിൻ്റെ വികാരമാണ്. ഇതിനെക്കാളിലും സൗന്ദര്യമാണ് സൂര്യനെക്കാളിലും ചന്ദ്രനെക്കാട്ടിലും കടലെക്കാട്ടിലും ഈ ജീവിതത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ സ്നേഹം കൊടുക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ്. ഇവിടെ അത് നിങ്ങളുടെ മനസ്സിൽ ഉദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ലോകത്ത് നമ്മൾ എവിടെയും കാണാൻ പറ്റാത്ത ഏറ്റവും സുന്ദരമായ ഒരു പൂങ്കാവനം. ആ പൂങ്കാവനത്തിനുള്ളിൽ ചെറിയൊരു അമ്പലം ഉണ്ടാവും. ആ അമ്പലത്തിനുള്ളൊരു വിഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയായിരിക്കും. അതുപോലെ ആയിരിക്കണം സ്നേഹം ഗർഭകുടിയിലിരിക്കുന്ന ഒരു ദേവതയെ പോലെ ആയിരിക്കണം. അതിലൊരു ഇത് പറയാലോ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. പറയട്ടെ അച്ഛൻ്റെ കാര്യമാണ് പറയട്ടെ. അച്ഛൻ്റെ കാര്യം പറയാൻ സമയമില്ല, വലിയ വീഡിയോ മുഴുവൻ അറിയില്ല, കുറച്ച് നീ പറയാറുള്ളത് തന്നെ. അപ്പോൾ അച്ഛൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചാന്ദിനി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രണയം തുറന്നു പറഞ്ഞിട്ടോ പ്രണയിച്ചിട്ടോ ഒന്നുമില്ല. അപ്പൊ ആ പേര് പറഞ്ഞ് ചെറിയച്ഛൻ പറഞ്ഞു തന്നിട്ട് നമ്മളൊക്കെ കളിയാക്കാറുണ്ട്. അപ്പൊ നീ ഒരു ദിവസം പറഞ്ഞില്ലേ അച്ഛനോട്, അച്ഛാ ആ ചാന്ദിനി അവരിപ്പോ ജീവനോടെ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ എന്താ പറഞ്ഞ് അങ്ങനൊന്നും പറയരുത്, അവരെവിടെയെങ്കിലൊക്കെ ജീവൻ പെട്ടെന്ന് വേണ്ടാത്ത വർത്താനം പറയരുത്. വേണ്ടാത്ത വർത്താനം പറയരുതെന്ന് അച്ഛൻ പറഞ്ഞില്ലേ? പെട്ടെന്ന് അങ്ങോട്ട് ചാടി അടിച്ച് പറഞ്ഞില്ലേ? അപ്പൊ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടല്ലോ ആദ്യത്തെ ഇഷ്ടം അത് ഒരിക്കലും മനസ്സൊന്നും ഒരിക്കലും പോവില്ല. ഇപ്പോൾ അമ്മ അസൂയപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ല, അച്ഛൻ്റെ ഉള്ളിൽ അതെന്നും ഉണ്ടാവും.
അമ്മയാണ് ഭാര്യ, അമ്മേനോട് അച്ഛന് ഭയങ്കര ജീവനാണ്, അതൊക്കെ സത്യമാണ്. പക്ഷെ എന്നാൽ അച്ഛൻ്റെ ഉള്ളിൽ അച്ഛൻ എന്നോ സ്നേഹിച്ച ആ ഒരു മുഖം, ആ ഒരു കാലഘട്ടങ്ങളൊക്കെ അച്ഛൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മൾ അതിന് അങ്ങനെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. പറയുമ്പോൾ നമ്മുടെ മുമ്പത്തൊന്നും എൻ്റെ അടുത്തൊന്നും പറയേണ്ടത് അമ്മയ്ക്ക് വല്ല ദേഷ്യം വരും പറഞ്ഞിട്ടായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ ഉള്ളിൽ കിടക്കുന്ന സ്നേഹമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. എല്ലാവരുടെ ജീവിതത്തിലും ഒരാളുണ്ടാവും ഇത്ര. എന്ന് വെച്ചാൽ പറയാത്ത സ്നേഹം, അറിയാത്തത് എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും വെളിപ്പെടുത്താത്തൊരു സ്നേഹം, പവിത്രമായൊരു സ്നേഹമാണ്. അങ്ങനെ ഒരു സ്നേഹം, അതാണ് പറയണത് ഈ കഥയുടെ ഒരു തീം. അല്ല, സ്നേഹിച്ചു, അവരുടെ കൂടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്തു, പിന്നെ കുറെ കാലം കഴിയുമ്പോൾ തെറ്റിപ്പിരിഞ്ഞു. അതൊന്നും ശരിക്കും പ്രണയം. അപ്പോൾ ഇത് ചിലർക്ക് ചില ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാവും. എന്നുവെച്ചാൽ ചിലതല്ല, മിക്കവാറും ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാവും. അതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ ഇഷ്ടമായിരിക്കും, പക്ഷെ അവരോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അവർക്ക് നമ്മുടെ ഇഷ്ടമായിരിക്കും, രണ്ടുപേർക്കും അറിയാം, പക്ഷെ രണ്ടുപേരും ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ സ്നേഹമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. എല്ലാവരുടെ ജീവിതത്തിലും ഒരു പ്രണയം എവിടെയോ അങ്ങനെ ഒരു ബാല്യകാലത്ത് അങ്ങനെ ഉണ്ടാവുന്നതാണ് സത്യം. അപ്പോൾ അതൊക്കെ പരിശുദ്ധമായ പ്രണയമാണ്. പരിശുദ്ധമായ പ്രണയം ഒരിക്കലും നമുക്ക് കിട്ടണമെന്നില്ല. അത് മനസ്സിൻ്റെ ഒരു കോണിൽ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് ഇന്ന് നിങ്ങളോട് പറയുണ്ടാവും ആ കാലഘട്ടത്തെ ഒന്ന് ഓർത്ത് നോക്കൂ എന്നല്ലേ. നല്ല അമ്മയും മകനും പ്രേമത്തിനെ പറ്റിയാണ് ക്ലാസ് എടുക്കണത്. അതിനെന്താ, പ്രേമം നല്ല കാര്യമല്ലേ. അപ്പോൾ ദാ കണ്ടില്ലേ മെഴുക്ക് വരട്ടി. അപ്പോൾ ഇടിച്ചക്കയും കൂർക്കയും കൂടി ഒരു മെഴുക്ക് വരട്ടി. ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ കൂട്ടുകലർത്തി എന്തൊക്കെയോ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം അല്ലേ. പക്ഷെ കൂർക്കയും ഇടിച്ചക്കയും നല്ല തന്നെയാണ്. ഞാനിത് കുറേ പ്രാവശ്യം വെച്ചു. നിനക്ക് ഇഷ്ടമല്ല ഇത്, ഒരിക്കൽ ഞാൻ വെച്ചു. അപ്പോൾ പറഞ്ഞു, അയ്യോ ഇതമ്മ കാണിച്ചില്ലല്ലോ, ഇത് നന്നായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെച്ചതാണ് കേട്ടോ. ഒരാഴ്ച മുമ്പ് എന്നോ വെച്ചു. അപ്പോൾ കൂർക്കിയിട്ട് വെച്ചപ്പോൾ പറഞ്ഞു, അമ്മ നല്ല ടേസ്റ്റ് ഉണ്ട്, ഇതമ്മ എന്താ വെച്ച് കാണിക്കാണ്ടിരുന്നതെന്ന് വെച്ചു. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, അപ്പോൾ ഇത് കൂട്ടി ഊണ് കഴിക്കാൻ വന്നോ? ഇന്ന് ഞാൻ കുമ്പളങ്ങ മോരൊഴിച്ച കറി ഇത് വേണം. ഓക്കെ, പപ്പടം, അത്രയേ ഉള്ളൂ. അത് കൂട്ടി ഊണ് കഴിക്കാൻ വരുന്നോ? ബൈ, വരൂട്ടോ, ബൈ.